അതിനുശേഷം ഇവന് കാർ എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് മാജിൻ കയറി വരും. അങ്ങനെ അതോടെ അവൻ ഷോക്കായിട്ട് ഇവൾ എന്ത് ഇവിടെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവൾ വണ്ടി കയറിയല്ല തെറ്റുണ്ടെന്ന് പറഞ്ഞ് അവനോട് തിരിച്ചു ചോദിക്കും. എന്നിട്ട് അവനും ഇവൾ വെക്കേഷന് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാതെ എന്തിനാ ഇവിടേക്ക് വന്നും ചോദിക്കുമ്പോൾ അവൾ ഇവനെ കാണാൻ വേണ്ടി വന്നയാന്ന് പറഞ്ഞ് അതിനുമ്പ് ഇവളെ കണ്ട് വെറുത്തുകയും ചെയ്യും. അപ്പോഴാണ് അവനും തീർച്ചയായിട്ടില്ല, നിന്നെ കണ്ടത് എനിക്ക് സന്തോഷമുള്ളൂ എന്നിന് അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പം അവിടുത്തെ ലൈറ്റാണ് അടിച്ചു പോകും. അങ്ങനെ അതുകൊണ്ട് അവളെ ശരിയാക്കാൻ വേണ്ടി പോകുമ്പം ഇവൻ അതൊക്കെ അവൻ ചെയ്തോളാം പറഞ്ഞിട്ട് അവനത് ഫിക്സ് ചെയ്യും. അപ്പനാണ് ഇത് കണ്ട അവളും ഇവനിപ്പോൾ കറണ്ട് പേടിയൊന്നുമില്ലെന്ന് ചോദിക്കുമ്പം അവൻ ഇവൾക്ക് മാത്രമല്ല മാറ്റം, അവന് മാറ്റം വന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പം ഇവളാണ് എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുമ്പം അവളാണ് അതൊക്കെ ആര് ചോദിച്ച് ഇവൾക്ക് ഇപ്പോഴും ഇവനോട് ഇഷ്ടമുണ്ടെന്നാണോ അവൻ വിചാരിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അതിനുശേഷം ഇവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചെന്നിയോട് അവൾക്ക് ഇവനോട് കുറെ സ്നേഹമുള്ളതുണ്ട് ഇവനെ കാണാൻ വേണ്ടി വന്നേന്ന് പറയുമ്പം പെട്ടെന്ന് അവനും എങ്കിൽ പിന്നെ അവളോട് തിരിച്ചാൽ സ്നേഹം കാണിക്കുമെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുമ്പോൾ തന്നെ അവന്മാരും ഈ ടോപ്പിക് നമുക്ക് ഇതോടെ നിർത്താമെന്ന് അവർ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ പറയും. അങ്ങനെ ആ സമയത്താണ് അവിടുത്തെ കുറച്ച് റൗഡി ആൾക്കാർ അവിടേക്ക് വന്നിട്ട് ചെന്നിയെ വന്ന് പേടിപ്പിക്കും. ഇവന്മാരുടെ ക്ലബ്ബിൽ കിട്ടുന്ന പൈസയുടെ 30% അവന്മാർക്ക് തന്നില്ല, ആ ക്ലബ്ബ് അടിച്ചില്ലാതാക്കുമെന്ന്. അതുകൊണ്ട് അതും പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ തന്നെ അവൻ അവരൊന്നും മൈൻഡ് ചെയ്യാതെ എന്താണെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവന്മാരെ അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ചെന്നിയും അവന്റെ കാറ് ശരിയാക്കാൻ വേണ്ടി പോകുമ്പം അവിടെ ഒരു പഴയ കാറ് വാങ്ങിക്കാൻ വേണ്ടി മാജിങ് അവിടെ വന്ന് കാണും. അങ്ങനെ അതുകൊണ്ട് ഇവൻ സൈഡിൽ നിന്ന് അതൊക്കെ നോക്കിയിട്ട് അപ്പം തന്നെ അവന്റെ കൂട്ടുകാരനോട് അവൾ എന്തിനായിരിക്കും കാറ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് ഇവന്റെ ഡൗട്ടൊക്കെ ചോദിക്കുമ്പം അവനും പറഞ്ഞു കൊടുക്കും അവൾ കാറ് വാങ്ങിക്കുവാണ് എങ്കിൽ പിന്നെ ഇവിടെ തന്നെ സെറ്റിലാകാനായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നതെന്ന്. ഒരേശ് ഇവൻ അതിനെക്കുറിച്ച് ചോദിക്കണേ നേരിട്ട് അവളോട് തന്നെ ചോദിക്കാത്ത എന്താന്ന് പറഞ്ഞ് ഇവൻ പറയുമ്പോൾ തന്നെ ചെന്നി ഫോൺ എടുത്തിട്ട് അവന്റെ മാജിങ്ങിന്റെ പുതിയ നമ്പറില്ലെന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരനും അതൊക്കെ എൻ്റെ ഉണ്ടളിയാ, ഇന്നലെ അവൾ എന്നെ കണ്ടപ്പോൾ ആ നമ്പർ തന്നു എന്നിന് അവൻ ആ നമ്പർ ചെന്നിക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവൻ അടുത്ത സെക്കൻഡ് ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. അപ്പോഴാണ് അടുത്തിരുന്ന കൂട്ടുകാരനും വ്യക്തം എന്തോ ചാറ്റ് എന്ന് പറഞ്ഞ് അവനും പതിങ്ങിയൊക്കെ നോക്കാൻ വരുമ്പം ചെന്നിയാണ് അത് കണ്ടിട്ട് അങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞ് അവന് സീക്രട്ട് ആയിട്ട് അവളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ മെസ്സേജ് ഉണ്ടാവളും ഇതാരാന്ന് പറഞ്ഞ് തിരിച്ചു റിപ്ലൈ ഇട്ട ഉടനെ അവന് ചമ്മിപ്പോകും. അതിനുശേഷം വീട്ടിൽ വെച്ച് ചെന്നിയും അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടായി കൊടുത്തിട്ട് ഇന്നവൾ എവിടെ പോയി ചോദിക്കുമ്പം അവളാണ് ചുമ്മാ പുറത്തുനിന്ന് കറങ്ങാൻ പോയതാന്ന് പറഞ്ഞിട്ട് ഈ ഫുഡൊന്നും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ചുമ്മാ വിഷയം മാറ്റണമെന്ന് പറഞ്ഞ് ഇവൾ കാർ വാങ്ങിക്കാൻ പോയത് അവൻ കണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് വേണേ അവന്റെ കാർ എടുത്തോളം പറയും. അപ്പോഴാണ് ഇത് കേട്ട് അടുത്ത സെക്കൻഡ് അവളും അപ്പൊ രാവിലെ തൊട്ട് ഇവളെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് ഫോളോ ചെയ്യുന്നില്ല ഇവന്റെ കാർ ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നയാന്ന് പറയും. അതുകൊണ്ട് വെക്കേഷൻ കുറച്ച് ദിവസമല്ലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഇതിനെ കാർ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളെ കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞേക്കാൻ നോക്കുകയാണെന്ന് ചോദിക്കും. അങ്ങനെ അവന് അത്ര പെട്ടെന്നൊന്നും അവൾ ഇവിടുന്ന് പോയി തരത്തില്ലെന്ന് പറയുമ്പോൾ അവന് രണ്ടുപേരും ഇപ്പൊ കൊച്ചൊന്നല്ല അതുകൊണ്ട് ഒരേ വീട്ടിൽ താമസിക്കുന്നതെന്നും ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയടനെ ഇവൾ കുറച്ച് കഴിഞ്ഞാൽ അവന് മെസ്സേജ് അയച്ച് അവൾക്ക് കൈ വേനെടുക്കുമെന്ന് പറഞ്ഞ് വീട്ടിൽ ഒന്ന് പാത്രം കഴുകാൻ പറയും. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം അവന് പുറത്ത് നിന്നിട്ട് വീട്ടിലേക്കൊന്ന് പാത്രം കഴുകി വയ്ക്കുമ്പം അവിടേക്ക് വന്നിട്ട് അവളാണ് സത്യമായിട്ട് എന്റെ കൈ വേനെടുക്കുമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ഒരു ചെറിയ മുറിവ് കാണിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ഇതൊക്കെ ഒരു മുറിവാണെന്ന് പറഞ്ഞ് അവളെ ചെന്ന് കിടന്നുറങ്ങാൻ പറയും. അതിനുശേഷം അടുത്ത ദിവസമാണ് മറ്റേ ഡീല് സംസാരിച്ച റൗഡി ആൾക്കാർ വീണ്ടും ക്ലബ്ബിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഇതറിയുന്ന അവൻ നേരെ അവിടെ ചെന്ന് നോക്കുമ്പം മറ്റേ അയാളാണ് ആ ഡീലിനെ കുറിച്ചൊക്കെ നല്ലോണം ആലോചിച്ചു ചോദിക്കും. അപ്പോഴാണ് ഇവനും ദേഷ്യത്തി അവിടെ നിന്ന് സ്റ്റിക്ക് എടുത്ത് അവന്റെ നേർക്ക് കുത്തിയിട്ട് അന്നേ പറഞ്ഞല്ലേ ആ ഡീലി അവന് സമ്മതമല്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് മറ്റേ റൗഡി മൊത്തത്തിൽ പേടിച്ചുപോയി എന്റെ പുറയുള്ള ആരാ നിനക്ക് അറിയാമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പം കറക്റ്റ് ആ സമയം തന്നെ ചെന്നിയുടെ പണ്ടത്തെ ബോസ് അവിടേക്ക് വരും, അതായത് ആ ഡിസ്ട്രിക്ട് 7 നടത്തുന്ന ആള്. അപ്പോഴാണ് അവനും ഇങ്ങേര് പറഞ്ഞിട്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ റൗഡിയും പേടിച്ച് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇങ്ങേര് ഇവനെ വീണ്ടും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഇവന്റെ കൂടെ ഒരു സെക്കൻഡ് കളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവന് കൈവേദന എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങേര് അവോയ്ഡ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുന്ന അയാളും എങ്കിൽ പിന്നെ ഇവനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവിടേക്ക് പുറത്ത് കടയിൽ വന്ന മാജിങ് ആണ് ഇയാൾ അവന്റെ ക്ലബ്ബിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് കാണുന്നത്. അങ്ങനെ അതിനുശേഷം വീട്ടിൽ വെച്ച് ഇവൻ അങ്ങേറുടെ കൂടെ അല്ലേ 2 വർഷം മുമ്പൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഇപ്പൊ എന്തോ പറ്റെന്ന് പറഞ്ഞ് ഈ 2 വർഷം ഇവൻ അവിടെ ആരും ചോദിക്കുമ്പോൾ അവൻ അത് കേട്ട് പേടിച്ചിട്ട് തിരിച്ചൊന്നും പറയാതിരിക്കും. അതിനുശേഷം ഓരോ ദിവസവും മാജിങ് താമസിച്ചൊക്കെ വീട്ടിൽ വരുമ്പം ഇവൾ ഇത്ര സമയം എവിടെ പോയി ഞാൻ ചോദിക്കും. പക്ഷെ അവളൊന്നും പറയാതെ അവൾക്ക് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് റൂമിലേക്ക് ചെല്ലും. അങ്ങനെ ഇരിക്കും രാത്രി ഇവൻ ക്ലബ്ബിൽ ഉള്ളപ്പോഴാണ് ഇവൾ അവിടെ കളിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ അത് കണ്ട് അവനും പുറത്തേക്ക് ചെന്ന് ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ 1 മണിക്കൂറത്തേക്ക് ഇവിടെ ക്ലാസ് എടുത്തേക്കോന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇവളെ പഠിപ്പിച്ചു തരാൻ പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും എങ്കിൽ പിന്നെ അവൻ തന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് ഇവളുടെ ഒരുമിച്ച് ഗെയിമൊക്കെ കളിച്ചിട്ട് അതിനുശേഷം സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് അവൾ അപ്പം തന്നെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോകും. എന്നിട്ട് അവനും ഇവിടെ വന്ന് ഇവൾ കളിക്കുന്നതിന് അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറയുമ്പോൾ അവളാണ് അതിനെക്കുറിച്ച് ഓർത്ത് ഇവൻ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് ശരിയാ, നിന്നോർത്ത് വിഷമിക്കാൻ ഞാനാരാ. എന്നിട്ട് അവനും കുറച്ച് ദേഷ്യത്തിലിരിക്കുമ്പോൾ
പറയുമ്പോൾ തന്നെ ഇവളും ജോലിയെല്ലാം കഴിഞ്ഞെങ്കിൽ അവളെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. അപ്പോഴാണ് അവനും ഇന്ന് വീട്ടിൽ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കടന്നുറങ്ങാൻ പോകുന്നറിഞ്ഞ് അവളെ അങ്ങ് പറഞ്ഞയക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവന് മാജിങ് ഇവിടെ നിന്ന് പോകത്തില്ലെന്ന് മനസ്സിലാക്കി അവൻ ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് ഒരു ഏജന്റിനെ വിളിച്ച് അവന് കാര്യമൊക്കെ സെറ്റാക്കുമ്പോൾ ആ ഏജന്റ് നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഈ വീടൊക്കെ ഒന്ന് നോക്കണം എന്ന് പറയും. അപ്പോഴാണ് അവളും ഈ വീട് ആരാ അതിന് വിൽക്കാമോ എന്നറിഞ്ഞ് അവൾ ചോദിക്കുമ്പോൾ ചെന്നി അതേസമയം മെസ്സേജ് ഇട്ടേക്കും ആ വീട് വാടകയ്ക്ക് വിടാൻ പോകുന്നത്. അതുകൊണ്ട് അവളും കുറച്ച് ദേഷ്യത്തി എങ്കിൽ പിന്നെ അകത്തേക്കുക, ഈ വീട് ഫുള്ള് ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞ് അവൾ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇതൊക്കെ പുറത്തിരുന്ന് ചെന്നിയും കേട്ടോണ്ടിരിക്കുക. പക്ഷെ ഇവൻ വിചാരിച്ചതിനേക്കാളും അവള് ഫാസ്റ്റായിട്ട് ആ വീട് വാടകയ്ക്ക് വിൽക്കാൻ വേണ്ടി കുറെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും എന്തായാലും ഈ വീട് വാടകയ്ക്ക് ഇടാൻ പോവുക, അതുകൊണ്ട് ഇവൾക്കൊരു നല്ല ജീവിതം വേണേ, തിരിച്ച് ഇവൾ ആ സിറ്റിയിലേക്ക് പോകാൻ പറയും. അപ്പോഴാണ് അതേസമയം അവിടെയൊക്കെ ഏജന്റ് വന്നിട്ട് ഇവിടെ നല്ല പൊടിയാണല്ലോ എന്ന് പറഞ്ഞ് മോൻ കഴിവേല് ഈ കണ്ണരിച്ചിലൊക്കെ മാറത്തുള്ളെന്ന് പറയും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്ന ഇവള് കരയുമല്ല, പൊടി കാരണം കണ്ണീന്ന് വെള്ളം വന്നെയാണെന്ന്. അങ്ങനെ അതിനുശേഷം അടുത്ത സെക്കൻഡ് അവിടെ വേറെ കുറെ ഏജന്റ് ഒക്കെ വരുമ്പം ഇവള് ഈ വീട് നല്ല വിലയ്ക്ക് അവള് തന്നെ വാടകയ്ക്ക് ഒപ്പിച്ചേരാന്ന് പറഞ്ഞ് അവള് നമ്പർ 1 ആയിട്ട് അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കണ്ട് അവൻ എന്തോ പറയണമെന്നറിയാതെ അവൻ തിരിച്ച് റൂമിലേക്ക് പോകും. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഇവൾ അവിടെ നിന്ന് റൂമിലേക്ക് വന്നിട്ട് ഇപ്പൊ തന്നെ വീട് കാലിയാക്കി തരണം ഒരാൾ ഒപ്പിച്ചെന്ന് പറയുമ്പോൾ അവനും പേടിച്ചിട്ട് അതിന് മുമ്പ് ഒരാൾ ഒപ്പിച്ചോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നല്ലാതെ നിനക്ക് എത്രയും പെട്ടെന്ന് വീട് വാടക കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്, അവിടെ നല്ല പൈസക്ക് തന്നെ ഒരാൾ കിട്ടി, ഇപ്പൊ നമുക്ക് സാധനങ്ങളെല്ലാം പുറത്തേക്കുണ്ടോ എന്നിട്ട് അവള് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവന് വീട്ടിലെ സാധനങ്ങളൊക്കെ പാക്കിംഗ് ചെയ്തോണ്ടിരിക്കുന്ന കാണും. അതുകൊണ്ട് അവനും ഇതൊക്കെ മുമ്പ് എന്താ പറയാത്തെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്കും ചോദിക്കുമ്പോൾ അതേസമയം അവളും അവിടുത്തെ ടേബിളിൽ നിന്ന് ഇവളുടെ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിക്കും. അതോടെ അവനും ചെറുതായിട്ട് പേടിച്ചിട്ട് ഇവളുടെ സാധനമൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അത് എടുത്തോണ്ട് പോയിക്കോളം പറയുമ്പോൾ അവളെങ്കിൽ പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് അത് വേസ്റ്റ് കളയാൻ വേണ്ടി പോകും. അതോടെ അടുത്ത നിമിഷം അവനും തറയിലേക്ക് വന്നിട്ട് ഇതെന്താ നീ വേസ്റ്റ് കളയുന്നത്, ഒരാളുടെ ഫോട്ടോ നമ്മൾ വേസ്റ്റ് കളയില്ല, അത് ബാഡ് ലക്ക് എന്നിട്ട് അവൻ ആ റീസൺ പറഞ്ഞ് അവളുടെ നിന്ന് വാങ്ങിച്ചു വയ്ക്കും. അപ്പോഴാണ് അവളും ഇവൾക്കിപ്പോ ജോലിയില്ല, താമസിക്കാൻ സ്ഥലവും ഇല്ലെന്ന് അവൾ ചുമ്മാ ഒരു കള്ളം പറയുമ്പം ഇത് കേട്ട് അവനെ വിഷമിച്ചിട്ട് നിനക്ക് ജോലിയില്ലേ അതുകൊണ്ടാണ് നീ തിരിച്ചു വന്നത് എന്നിട്ട് അവനത് വിശ്വസിച്ച് അപ്പം തന്നെ അവിടുത്തെ ആൾക്കാരെയൊക്കെ എടുത്തോണ്ടുന്ന സാധനങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് വെക്കാൻ പറയും. കാരണം അവനിപ്പോ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചില്ല. എന്നിട്ട് ഇതും വിശ്വസിച്ച് അവനാണ് നല്ലോണം പഠിച്ച് ജോലി വാങ്ങിച്ച് ഇവളെന്തിനാ പുറത്താക്കുകയും ചെയ്യും. അപ്പോഴാണ് അവള് ജോലി ചെയ്ത സ്ഥലത്ത് രാവിലെ തൊട്ട് രാത്രി വരെ കട്ടിപ്പണിയാന്ന് പറഞ്ഞ് അവള് തന്നെ ഇറങ്ങി വന്നയാന്ന് പറയുമ്പം അവനെങ്കിൽ പിന്നെ അവിടെ തന്നെ വേറെ നല്ല ജോലി നോക്കാത്ത എന്താ ചെയ്യും. അപ്പോഴാണ് അവളും അവിടെ വേറെ അറിയാവുന്ന കണക്ഷനൊന്നും എനിക്കില്ലല്ലോ, കൂടാതെ അവിടുത്തെ വാടകയും കൂടുതല, എനിക്ക് പോകാൻ എവിടാന്ന് അറിയത്തില്ലായിരുന്നു, അതാ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന്, എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്താതെ പോയിക്കോളാം എന്നിട്ട് ഇവളൊരു വമ്പൻ ആക്ടിങ് ചെയ്യുമ്പം അവനും അങ്ങനെ പെട്ടെന്നൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവൾ ഇനി ഇവിടെ നിന്ന് പോകാൻ വേണ്ടി അവൻ പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതുകൊണ്ട് അവൾക്ക് സന്തോഷമായി. അതിനുശേഷം അടുത്ത ദിവസം അവനും ഇവന് പരിചയമുള്ള ആൾക്കാരോടൊക്കെ ചെന്ന് മാജിന് ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇന്റർവ്യൂക്ക് വേണേ ഒരു അവസരം ഒപ്പിച്ചുതരാം, പക്ഷെ ജോലി കിട്ടുന്നത് അവളുടെ ടാലന്റ് കൊണ്ടാന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറയുമ്പോൾ തന്നെ ചെന്നിയും എന്തായാലും ഇന്റർവ്യൂ ഒപ്പിച്ചെന്ന് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞ് അവന് സാഹചര്യത്തിന് താങ്ക്സ് പറയും. ഇതേ സമയം മാജിങ് ആണ് ചെന്നിയോട് കള്ളം പറഞ്ഞിട്ട് അവളിപ്പോ പുറത്ത് ഫർണിച്ചേഴ്സ് ഒക്കെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. കാരണം ഇവളുടെ അക്കൗണ്ടിൽ കുറെ പൈസ ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് അതെല്ലാം പർച്ചേസ് ചെയ്ത് അവൾ വീട്ടിൽ വെച്ചേക്കുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നോക്കുന്ന ചെന്നിയാണ് ഇതുകൊണ്ട് ഷോക്കായി. ഇത് നമ്മുടെ വീട് തന്നെയാണെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്നിട്ട് അവളും ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചെലവാക്കിയ പിന്നെങ്ങനെ താമസിക്കാൻ പൈസ കൈ കാണുന്നതെന്ന് ചോദിക്കും. അതിനുശേഷം അവനും അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇവൾക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ ഒപ്പിച്ചെന്നേക്കാന്ന് പറഞ്ഞ് നാളെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളും തീർച്ചയായിട്ടും പോകാമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അവൻ ഒപ്പിച്ചെന്ന ഇന്റർവ്യൂവിന് പോകും. പക്ഷെ ഇവളാണ് വലിയ താല്പര്യമൊന്നുമില്ലാതെ അവരോട് സംസാരിക്കുന്നത്. കാരണം ഇവൾ ആൾറെഡി ഒരു ജോലി തന്നെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ചെന്നൈക്ക് വേണ്ടി ചുമ്മാ വന്നെന്ന് പറഞ്ഞ് അവളെ ഇന്റർവ്യൂ മൊത്തത്തിൽ കുളവാക്കിയിട്ട് അങ്ങ് പോകും. അതിനുശേഷം ചെന്നൈക്ക് ഇന്റർവ്യൂ വെച്ച് കൊടുത്ത അവനും അവള് ജോലി ചേരാൻ താല്പര്യമില്ലാതുപോലെ അവിടെ സംസാരിച്ചെന്ന് പറഞ്ഞ് അവളെ ഫെയിലാക്കിയെന്ന് പറയുമ്പം ചെന്നി അത് മനസ്സിലാക്കിയിട്ട് എങ്കിൽ പിന്നെ ഇവനെ ശല്യപ്പെടുത്തിന് സോറി എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മാജിങ് വരുമ്പം മറ്റവൻ അവന് ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്നെങ്കിലും പോകും. ഈ ജോലി കിട്ടില്ലെങ്കിൽ എന്തുവാ, ഇവളുടെ ടാലന്റ് കുറെ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അവൾ അതുവരെ ചുമ്മാ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് പൈസയൊക്കെ അവൻ നോക്കിക്കോളാം പറയും. അതിനുശേഷം അന്ന് വൈകിട്ട് ഇവിടെ ചെന്നിയാണ് അവന്റെ ക്ലബ്ബിൽ ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് അവൻ അവിടെ വന്നേക്കുന്ന എല്ലാവരോടും ഇനി തൊട്ട് കറക്റ്റ് സമയത്തിന് ഈ ക്ലബ്ബ് തുറക്കുകയും അടക്കുകയും ചെയ്യും, അതേപോലെ ഇവിടെ സ്മോക്കിംഗ് ഒന്നും അലോഡല്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവിടെ കളിക്കാൻ വന്നവരൊക്കെ എങ്കിൽ പിന്നെ ഞങ്ങളുടെ അകത്തേക്ക് വരേണ്ട നീ ഇൻഡയറക്റ്റ് ആയിട്ട് പറയണോ, എന്നിട്ട് നീ എങ്ങനെ ബിസിനസ് നടത്താമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നിട്ട് അവരൊക്കെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയ ഉടനെ ചെന്നിയാണ് അതേപോലെ ഇവരോടൊക്കെ ഇനി തൊട്ട് സ്റ്റുഡൻസിന് പഠിപ്പിക്കാനുള്ള ഒരു ക്ലബ്ബായിട്ട് ഇത് മാറ്റാൻ പോവുക, അതുകൊണ്ട് ഇവർക്കാർക്കെങ്കിലും അത് താല്പര്യമില്ല, ഈ മാസത്തെ ശമ്പളം വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പറയും. അതിനുശേഷം നമുക്കൊരു പുതിയ ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ടൂലി. നമ്മളിതിനു മുമ്പേ ഗോഹഡി കണ്ടു കാണും ടെങ്സാനെ, ആ ടെങ്സാനാണ് ഇവിടെ ടൂലി. അങ്ങനെ അവളുടെ കട പൈസ ഒഴിച്ചൊക്കെ ചിലവന്മാര് പ്രശ്നം ഉണ്ടാക്കുമ്പം ഇവൾ അവിടേക്ക് ചെന്ന് ചെന്നിയുടെ ഗേൾഫ്രണ്ടാന്ന് അറിഞ്ഞിട്ടും ഇവന്മാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവന്റെ പേര് കേട്ട് അവന്മാരൊക്കെ ഒന്ന് പേടിച്ചു പോകും. കാരണം അവൻ ഡിസ്ട്രിക്ട് 7 വർക്ക് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അവനൊരു പേടിയുണ്ട്. അങ്ങനെ അതിനുശേഷം ടൂലിയുടെ കട വർക്ക് ചെയ്യുന്ന അവളുടെ ഫ്രണ്ടും ഈയിടയ്ക്കായിട്ട് ചെന്നിയുടെ വീട്ടിൽ ഏതൊരു പെങ്കൊച്ചും താമസിക്കുന്നുണ്ടെന്ന് അറിയും. അങ്ങനെ അതോടെ ഇവൾ അസൂയപ്പെട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം വീടിന്റെ വാതിൽ
റൂമിലാണ് അടച്ചിട്ടേക്കുക. അപ്പോഴാണ് അവിടേക്ക് ആ സമയം തന്നെ മാജിങ് വരും. അപ്പോഴാണ് ഇവളും നീയാണോ ഈ ഇടയ്ക്കായിട്ട് വന്ന ആ പെങ്കൊച്ചെന്ന് പറഞ്ഞ് ചെന്നി ആരും അങ്ങനെ അവന്റെ വീട്ടിലേക്ക് കയറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാജിങ്ങാണ് ഡോർ തുറന്ന് അകത്തേക്ക് ചെന്നിട്ട് നമുക്ക് അകത്തിരുന്ന് പതിയെ സംസാരിക്കാൻ പറയും. അങ്ങനെ അതോടെ ഇവള് ചെറുതായിട്ട് അങ്ങ് ചമ്മും. എന്നിട്ട് അകത്ത് വെച്ച് ടൂലിയും അവള് ചെന്നിയുടെ ഗേൾഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് മാജിങ്ങാണ് ഇവർ തമ്മിലുള്ള ബന്ധം എത്ര വർഷമായിട്ടുള്ള ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവളും ഞങ്ങളൊരു 4 വർഷമായിട്ട് കപ്പിൾസാന്ന് അവള് കുറെ തള്ളിറക്കും. അങ്ങനെ അതിനുശേഷം അവിടേക്ക് ചെന്നിയും വന്ന ഉടനെ അവൻ ഇവളെ വീട്ടിൽ കണ്ട് മൊത്തത്തിൽ അങ്ങ് ഷോക്കാവും. അങ്ങനെ അതിനുശേഷം മാജിയും ടൂലിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ആകെ ഇവിടെ ഇതേ ഉള്ളായിരുന്നു പറഞ്ഞിട്ട് അവൾ ചെന്നിയുടെ അനിയത്തിയാന്ന് പറയും. അപ്പോഴാണ് ഇതിവിടെ ടൂലിയും ഇവൻ അനിയത്തി കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഇപ്പോഴാണ് ആ കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാജിയും എങ്കിൽ പിന്നെ ഇവർ സംസാരിച്ചെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയടനെ പുറത്ത് ചെന്നിയും ഇവളിപ്പോൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും കട വെച്ച സ്ഥലത്ത് അവന്മാർ പൈസ വെച്ച് ശല്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുമ്പോൾ ഇവൻ എങ്കിൽ പിന്നെ നേരത്തെ വിളിച്ചൂടെന്ന് പറഞ്ഞിട്ട് ഇവൾ മാജിങ്ങിനോടെല്ലാം പറഞ്ഞതെന്ന് ചോദിക്കും. കാരണം ഇവർ തമ്മിൽ ഇട്ടേക്കുന്ന ഒരു അഗ്രിമെന്റ് ഇവർ യഥാർത്ഥത്തെ കപ്പിൾസ് ഒന്നുമില്ല, പരസ്പരം സഹായിക്കാൻ വേണ്ടി പുറത്ത് കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവനും ഇനി അവളുടെ പുറകെ പറഞ്ഞ് ശല്യപ്പെടുത്തലെന്ന് പറഞ്ഞ് ഇവളെ വാൺ ചെയ്തിട്ട് അങ്ങ് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.